ബാഗും കൊണ്ട് അകത്തേക്ക് പോടാം. പോകത്ത് ഒരു യാത്ര പോകാൻ ഒരുങ്ങിയതാണെന്ന് ആരും അറിയരുത്. ഓ 2 ബാഗ് എടുത്തോ. സാറോ? സാറെന്താ ഈ നേരത്ത്? പുറത്തെവിടെങ്കിലും പോണോ? കാർ എടുക്കണോ സാർ? വേണ്ട, എനിക്ക് പുറത്തൊന്നും പോണ്ട. ഞാൻ ദാസിനോട് സംസാരിക്കാനാണ് വന്നത്. വരൂ സാർ. ഈ രാത്രിയിൽ ഞാൻ തിരക്കി വന്നത് ദാസിന് ശല്യമാണ്. എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സാർ എന്നെ തിരക്കി വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമില്ലേ? എനിക്കറിയാം ദാസ്, ആ മനസ്സെനിക്കറിയാം. അതാണ് സമയം കാലം നോക്കാതെ ഞാൻ ദാസിനെ കാണാൻ വന്നത്. സാറെന്താ പറയുന്നേ? പരമ്പരാഗത മാലയുടെ കാര്യത്തിൽ അഖില ദാസിനെ സംശയിക്കുകയും അല്പം മോശമായി പെരുമാറുകയും ചെയ്തു. സത്യസന്ധത മാത്രം ഏക സമ്പത്തായി സൂക്ഷിക്കുന്ന ദാസിന്റെ മനസ്സിനത് വാടാമുറിവായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിർഭാഗ്യകരമായ ആ സംഭവത്തിന് ഒരു സാക്ഷിയായി നിൽക്കേണ്ടി വന്നു എനിക്ക്. എല്ലാത്തിനും കൂടി മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. അഖിലയെ ദാസിന് നന്നായി അറിയാമല്ലോ. ദാസിന്റെ മനസ്സിൽ അഖിലയ്ക്ക് ദൈവത്തിന്റെ സ്ഥാനമാണെന്ന് എനിക്കറിയാം. ദൈവം പലപ്പോഴും പരീക്ഷിച്ചെന്ന് വരും, പക്ഷെ ഒരിക്കലും കൈവിടിയില്ല. ഒരു കുഞ്ഞ് കരഞ്ഞാൽ 1 കോടി ദൈവങ്ങൾ കൂടെ കരയുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ നിഷ്കളങ്കമായ മനസ്സാണ് ദാസിൻ്റെത്. ആ മനസ്സിന് എല്ലാം ക്ഷമിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ക്ഷമിച്ചേക്ക് ദാസ്. ഇക്കാര്യം പറയാനാണോ സാർ ഇവിടം വരെ വന്നേ? രക്ഷകർത്താക്കൾ തല്ലിയാൽ കുഞ്ഞുങ്ങൾക്ക് വേദനിച്ചേക്കാം, പക്ഷേ അവരുടെ ഉള്ളിൽ വൈരാഗ്യം ഉണ്ടാവില്ല സാർ. എന്റെ മനസ്സിൽ ഒരു ദൈവം മാത്രമല്ല ഉള്ളത്, ഒരു ദേവനും ദേവിയുണ്ട്. സാറും മാഡം, അതായത് ശിവപാർവതിമാരെ പോലെ. സാറ് മാപ്പ് ചോദിച്ചപ്പോ ഇടനെഞ്ച് തകർന്നത് എന്റെയാ. അത്രയേറെയുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ ഉള്ളിൽ. മതി ദാസ്, എനിക്കിത് കേട്ടാ മതി. ദാസ് ഉറങ്ങിക്കോളൂ. രാത്രിയിൽ യാത്ര പറയുന്നില്ല. ശരി സാർ. ഇവിടെ എന്താ ശിവരാമേട്ടൻ? അനിയൂട്ടാ, വന്നേ. ഒരു ഡ്രൈവറോട് മാപ്പ് ചോദിക്കേണ്ട ഗതികേട് ആ മനുഷ്യനില്ല. അങ്ങനെയുള്ള മനുഷ്യനോടാ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. എന്താ പരിപാടി? സാറ് വന്ന് പറഞ്ഞില്ലേ അച്ഛാ, ഇനി നമ്മൾ നാട് വിട്ട് പോണോ? രാഖി രാമാനൻ നാട് വിടാൻ പോവുക? ഓ, ഇതിൽ പര എനിക്ക് എന്ത് സന്തോഷ വരാനുള്ളത്. ഇനി സാക്ഷാൽ അഖിലാമ്മേടം വന്ന് മാപ്പ് പറഞ്ഞാലും ഈ ദാസിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല.
നാട്ടിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചത് തന്നെ. അങ്ങനെ ഉറച്ച തീരുമാനം എടുക്ക്. എന്റെ മനസ്സ് മാറ്റാനുള്ള ശ്രമമൊന്നും വേണ്ട. ഞാൻ നോക്ക് പോവാം. സാധനങ്ങൾ എടുത്തോണ്ട് പോടാ. അയ്യോ, അഖിലയുടെ വിശ്വസ്തൻ അങ്ങനെ നാട് വിട്ടു പോകുന്നു. ശിവരാമേട്ടൻ വന്ന് സമാധാനിപ്പിച്ചതുപോലെ ഇനി ആനന്ദെങ്ങാനും ദിവ്യജ്ഞാനം വന്ന് ഇവര് നാട് വിട്ടു പോകുന്നത് അറിഞ്ഞു വന്നാലോ? അയ്യോ, അത് പാടില്ല. അതിനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല. ഹാളിൽ തന്നെ പോയി ഇരിക്കാം. കിലേണി, അടുക്കളയുടെ വാതിലൊക്കെ അടച്ചോ നോക്ക്. അയ്യോ, ഈ സമയത്ത് എവിടെ പോയെന്ന് അഖില ചോദിച്ചാൽ എന്താ പറയാ? ദാസിനെ കാണാൻ പോയെന്നും പറയണ്ട. വേറെന്തെങ്കിലും പറയാം. ആനന്ദെങ്ങാനും മുറി വിട്ട് പുറത്തേക്കിറങ്ങിയ നാട് വിട്ടു പോകുന്ന ദാസിനെയും അടുക്കളക്കാരിയെയും കാണും. അതോടെ അവരുടെ നാട് വിട്ടു പോകൽ അവൻ തടയും. അതുകൊണ്ട് ഒരു കാരണവശാൽ അവൻ പുറത്തേക്ക് പോകാൻ പാടില്ല. അവൻ ഹാള് വിട്ടു പോകാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ. അഖില ഈ ഹാളിലുണ്ടാവണം. അതിനിപ്പോ എന്താ ഒരു വഴി? കിട്ടിപ്പോയി. അഖിലയുടെ മുറിയിലെ പവർ സപ്ലൈ കട്ടാവണം. പക്ഷെ ഒരു കുഴപ്പം, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ എല്ലാരും കൂടി എഴുന്നേറ്റ് വരില്ലേ? അത് പാടില്ല. അഖില മാത്രം എഴുന്നേറ്റ് വന്ന് ഹാളിലിരുന്നാ മതി. അപ്പൊ അതിന് അഖിലയുടെ മുറിയിലെ മാത്രം കറണ്ട് ഓഫ് ചെയ്താൽ മതി. എവിടെയാ? അയ്യോ, ഇതെത്ര സ്വിച്ച്? ഇതിലൊക്കെ ഏതായിരിക്കും അഖിലയുടെ മുറിയിലുള്ള ഫ്യൂസ്?
ശ്ശോ, ഇതിലിപ്പോ ഏതായിരിക്കും? ആനന്ദിന്റെ റൂം, നന്ദനയുടെ മുറി, അരവിന്ദിന്റെ, എന്റെ റൂം, പിന്നെ അതിന്റെ ഇപ്പം ഇവിടെ അവിടെ ആയിരിക്കും. തന്നെ അവിടെ നിന്ന് അതിൻ്റെ അടുത്ത് ഇത് തന്നെ ആയിരിക്കും. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് വരും അഖില. പുറത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ. ഇനി ട്രിപ്പായതാണോ? സ്വിച്ച് ഓഫ് ആണല്ലോ. എന്റെ കണ്ണ് വല്ലാതെ തുടിക്കുന്നുണ്ടല്ലോ. ഇനി കല്യാണിക്ക് എന്തെങ്കിലും? അതേന്നേ ഞാൻ പറഞ്ഞതല്ലേ. പറഞ്ഞോ? ഓഹോ, എന്നാ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാവേ. ശരി ശരി, ആയിക്കോട്ടെ. അയ്യോ ചേച്ചി, ചേച്ചി എന്താ ഈ സമയത്ത് ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങില്ല. അല്ല, ഈ സമയത്ത് നീ എന്താ ഇവിടെ? ഞാനോ? ഞാൻ ഫോണിലായിരുന്നില്ലേ, മക്കള് വിളിച്ചോണ്ടിരിക്കായിരുന്നു. ഓൺലൈൻ ക്ലാസ് കാരണം അവരിപ്പോ ഈ നേരത്തൊക്കെയാ വിളിക്കുന്നത്. ഈ സമയത്ത് അമ്മ എന്താ ഹാളില്? ഇളയമ്മയുണ്ടല്ലോ കൂടെ. എന്തായിരിക്കും കാര്യം? എന്റെ കണ്ണ് തുടിക്കുന്നുണ്ടല്ലോ. കല്യാണിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവൻ പുറത്തിറങ്ങി. അഖിലേച്ചി ഇവിടെ ഇരിക്കുകയാണല്ലോ. എന്തായാലും അവന് പുറത്തേക്ക് അങ്ങനെയൊന്നും പോവാനൊക്കില്ല. ഇവിടെ എല്ലായിടത്തും കറണ്ട് ഉണ്ടല്ലോ. എന്റെ മുറിയിൽ മാത്രം എന്താ കറണ്ട് ഇല്ലാത്തത്? അയ്യോ, ചേച്ചിയുടെ മുറിയിൽ കറണ്ട് ഇല്ലേ? അതെന്ത് പറ്റി? എന്തെങ്കിലും ചെറിയ തകരാറുണ്ടാവും. പക്ഷെ പാതിരാത്രിയായില്ലേ, ഇപ്പൊ എങ്ങനെയാ ഇലക്ട്രീഷ്യനെ വിളിക്കുക? ഞാൻ രാവിലെ തന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ച് ശരിയാക്കിപ്പിക്കാം. ആനന്ദ്, ഈ നേരത്ത് നീ ഇതെവിടെ പോന്നു?
അത് ഉറക്കം വന്നില്ലമ്മേ. അല്പനേരം പുറത്തു പോയി കാറ്റ് കൊള്ളാന്ന് കരുതി. വേണ്ട, ഈ നേരത്ത് പുറത്തൊന്നും പോയിരിക്കണ്ട. പുറത്ത് നല്ല മഞ്ഞുണ്ട്. അയ്യോ, മഞ്ഞ് മാത്രോ? ചാമയേറി വിതറിയതുപോലെയാ കൊതുക്. അശോ, അതിന്റെ കടി കൊണ്ടാലേ വല്ല ഡെങ്കിപ്പനിയും വരും. പോവണ്ടെന്ന് പറ ചേച്ചി. ഇവള് പറഞ്ഞത് ശരിയാ മോനെ. പോയി പുസ്തകം എന്തെങ്കിലും എടുത്ത് വായിക്കാൻ നോക്ക്. പതിയെ ഉറക്കം വന്നോളൂ. ആ, ശരിയാ ചേച്ചി പറഞ്ഞത്. എന്റെ ഉറക്ക ഗുളികയാ പുസ്തകം. ഉറക്കം വന്നില്ലെങ്കിൽ അപ്പൊ ഞാൻ പുസ്തകം എടുക്കും. ഒരു പേജ് വായിക്കാൻ തുടങ്ങും. അപ്പൊ എനിക്ക് ഉറക്കം വരും. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് അങ്ങനെയാ. പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഉറക്കം വരും. പറഞ്ഞത് കേക്ക്. പുറത്തേക്കൊന്നും രാത്രി പോകണ്ട. പോയി എങ്ങനെങ്കിലും ഉറങ്ങാൻ നോക്ക്. ശരി അമ്മേ. ഈ വിലാസിനി ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ തന്ത്രങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ആനന്ദേ. പോവാ. ഇതെന്താ ഈ നട്ടപ്പാതിരയ്ക്ക് ആലോചിച്ച് കൂട്ടുന്നത്? ആ അടുക്കളക്കാരിയെ കുറിച്ചെങ്ങാനും ആയിരിക്കോ? നിങ്ങൾ എവിടെ നിന്നാ മതി, ഞാനിപ്പോ വരാം. ഇതത് തന്നെ. ദാസിനിയെ അടുക്കളക്കാരിയും കുറിച്ച് തന്നെ. അച്ഛനും അമ്മയ്ക്കും മകനും ഒക്കെ ആ അടുക്കളക്കാരി വേണം. അയ്യോ ചേച്ചി, ചേച്ചി പുറത്ത് നല്ല മഞ്ഞ, പനി വരും. ഒന്നാമത് അറിയാലോ ഇപ്പോഴത്തെ പനിയൊക്കെ. അതെ ചേച്ചി ഇപ്പൊ പുറത്തേക്കൊന്നും പോവണ്ട. മനസ്സാകെ ഡിസ്റ്റർബ്ഡാ. ഒന്ന് പുറത്തിറങ്ങി നിന്ന ഒരു ഫ്രഷ്നെസ് കിട്ടും. അയ്യോ
ചതിച്ചല്ലോ ഈശ്വരാ. ഇപ്പൊ എന്ത്? യാത്ര ചോദിക്കാതെ ഇറങ്ങാണ് ഞാൻ. അതായിരിക്കും എന്റെ വിധി. ഈ ദാസ് ഇനി ഏത് നാട്ടിൽ പോയാലും എവിടെ ജീവിച്ചാലും ഈ തിരുച്ചമ്പലവും ഇവിടെയുള്ളവരും മനസ്സിൽ കൂടി ഉണ്ടാവും. മറ്റൊരു ഗതിയില്ലാത്തത് കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം. ദാസേട്ടാ, അകല മേഡം, മേഡം ഈ സമയത്ത് അയ്യോ ഭഗവാനെ, നശിച്ചു. ഇപ്പൊ ദാസ് ഇവിടുന്ന് പോകുന്ന കാര്യം അഖിലയോട് പറയും. അതോടെ പ്ലാനിങ് എല്ലാം പൊളിയും. ശ്ശോ. ഈ നേരത്തെന്താ ദാസേട്ടൻ ഇവിടെ? കാറ് ലോക്ക് ചെയ്തോന്നൊരു സംശയം. അതാ ഞാൻ. ദാസേട്ടൻ കാർ ലോക്ക് ചെയ്യാൻ മറന്നുപോയിരുന്നു. ഈ 25 കൊല്ലത്തിനിടയിൽ ആദ്യത്തെ സംഭവമാണല്ലോ ദാസേട്ട. എനിക്കറിയാം ദാസേട്ടന്റെ മനസ്സ് അസ്വസ്ഥമാണ്. പെൺമക്കളുടെ വിവാഹം നടക്കേണ്ട സമയത്ത് നടന്നില്ലെങ്കിൽ ഏതൊരച്ഛനും ഉറക്കം വരില്ല ദാസേട്ട. വിഷമിക്കേണ്ട ദാസേട്ട. ദാസേട്ടന്റെ നല്ല മനസ്സിന് നല്ലത് മാത്രമേ വരൂ. പോയി ഉറങ്ങാൻ നോക്ക്. ഞാനില്ലേ ഇവിടെ. ഞാൻ പോവാണ് മേഡം. ഞാൻ ഈ നാട് വിട്ട് പോവാണ്. നിങ്ങളെ എല്ലാവരെയും വിട്ട് എന്റെ കുഞ്ഞുങ്ങളുമായി ഞാൻ പോവാണ്. തിരിച്ചു വരാൻ വേണ്ടിയുള്ളൊരു യാത്രയല്ല ഇത്. എന്റെ മകൾ ഇവിടെ നിന്നാൽ അത് മേഡത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടമുണ്ടാക്കും. അങ്ങനെ നന്ദികേടിന് ഈ ദാസ് കൂട്ട് നിൽക്കില്ല മേഡം. ഇതെന്തു പറ്റി ദാസേട്ടാ? എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മേഡം. സമ്മതിച്ചാൻറ്റി. അവസാനം ആന്റി തൊടുത്ത അമ്പ്
ലക്ഷ്യം ഭേദിക്കുക തന്നെ ചെയ്തു. ഇതിനെന്താ ആന്റി ഞാൻ പകരം തരേണ്ടത്? എന്തെങ്കിലും പകരം തരാതെ പ്രിയങ്കയുടെ മനസ്സിന് ഒരു തൃപ്തിയും വരില്ല. ചോദിക്ക്, ഡയമണ്ട് നെക്ലസ് വേണോ, അതോ ആന്റിക്ക് ഞാനൊരു ലക്ഷറി കാർ വാങ്ങി തരട്ടെ? പറയ, എന്താണ് ആന്റിക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് നിന്റെ ലക്ഷറി കാറോ ഡയമണ്ട് നെക്ലസോ ഒന്നുമല്ല, തൃച്ചംബരത്തെ മഹാറാണി പട്ടം.